നമസ്കാരം. യേശു പിറന്ന ബത്ലഹേമിൽ ആഘോഷങ്ങളില്ല, വിജനമായി തെരുവ്, പുൽക്കൂടില്ല, സാന്തയുമില്ല. യേശു ജനിച്ച മണ്ണിൽ സമാധാനം മരിച്ചെന്ന് മാർപ്പാപ്പയുടെ ക്രിസ്മസ് സന്ദേശം അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുകയാണ് ബത്ലഹേം. യുദ്ധക്കെടുതിയിലുള്ള സഹോദരങ്ങൾക്കൊപ്പം നിൽക്കുന്നെന്ന് അഭിപ്രായപ്പെട്ട മാർപ്പാപ്പ തൻ്റെ സന്ദേശത്തിൽ സമാധാനത്തിനായി അഭ്യർത്ഥിച്ചു. ഈ രാവിൽ നമ്മുടെ എല്ലാം ഹൃദയം ബത്ലഹേമിലാണ്. യേശു ജനിച്ച മണ്ണിൽ സമാധാനം മരിച്ചു. അർത്ഥശൂന്യമായ ഈ യുദ്ധത്തിൽ ആയുധങ്ങളുടെ ഏറ്റുമുട്ടലിലൂടെ സമാധാനത്തിൻ്റെ രാജകുമാരൻ വീണ്ടും തിരസ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാർപ്പാപ്പ പറഞ്ഞു. ഗാസയ്ക്ക് മേലുള്ള ഇസ്രായേൽ അതിക്രമം രൂക്ഷമായ സാഹചര്യത്തിൽ ക്രിസ്മസ് ആഘോഷം ഉപേക്ഷിച്ചിരിക്കുകയാണ് ബത്ലഹേം വിശ്വാസികൾ. ആഘോഷങ്ങൾ റദ്ദാക്കി പ്രാർത്ഥനകൾക്ക് മാത്രമായിട്ടാണ് ബത്ലഹേമിലെ പള്ളികളും മറ്റും തുറന്നിരിക്കുന്നത്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങളില്ലാതെ ബത്ലഹേം മാറിയിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ജന്മസ്ഥലം എന്നറിയപ്പെടുന്ന ബത്ലഹേം പതിവ് ക്രിസ്മസ് വൈകുന്നേരങ്ങളിൽ നിന്ന് വിഭിന്നമായാണ് കാണപ്പെട്ടത്. മാങ്കർ സ്ക്വയറിനെ സാധാരണയായി അലങ്കരിക്കുന്ന ഉത്സവ വിളക്കുകളും ക്രിസ്മസ് ട്രീയും ഒന്നും ഇവിടെ കാണാനില്ല. പാതിരാ കുർബാനകൾ പോലും ഇത്തവണയില്ല. ഈ വർഷം ക്രിസ്മസ് ട്രീയും വെളിച്ചവുമില്ലാതെ ഇരുട്ട് മാത്രമേയുള്ളൂ എന്ന് 6 വർഷമായി ജെറൂസലേമിൽ താമസിക്കുന്ന വിയറ്റ്നാമിൽ നിന്നുള്ള ഫ്രാൻസിസ്കൻ സന്യാസി ബ്രദർ ജോൺ വിൻ പറഞ്ഞു. ക്രിസ്മസ് ആഘോഷിക്കാൻ താൻ എപ്പോഴും ബത്ലഹേമിൽ വരാറുണ്ടെന്നും എന്നാൽ ഈ വർഷം ഗാസയിൽ കൊല്ലപ്പെട്ട ആയിരക്കണക്കിന് കുട്ടികളുടെ ഓർമ്മയിൽ ആഘോഷങ്ങളൊന്നുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുൽക്കൂടുകൾക്കും ക്രിസ്മസ് ട്രീകൾക്കും പകരം ഇത്തവണ കല്ലുകളും മൺകൂനകളുമാണ് ബത്ലഹേമിനെ അലങ്കരിക്കുന്നത്. ക്രിസ്മസ് ആഘോഷങ്ങൾ റദ്ദാക്കിയത് നഗരത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ബത്ലഹേമിൻ്റെ വരുമാനത്തിൻ്റെ 70% വിനോദസഞ്ചാരത്തിൽ നിന്നാണ്. ഇതിൽ മിക്കവാറും വരുന്നത് ക്രിസ്മസ് സീസണിലായിരിക്കും. പല എയർലൈനുകളും ഇസ്രായേലിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കിയതിനാൽ വിദേശികളുടെ എണ്ണവും കുറവാണ്. ബത്ലഹേമിലെ 70-ലധികം ഹോട്ടലുകൾ അടച്ചുപൂട്ടാൻ നിർബന്ധിതരായെന്നും ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നഷ്ടമായെന്നും പ്രാദേശിക ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ചില ആളുകൾക്ക് പോകാൻ വീടുകൾ പോലും ഇല്ലാത്തപ്പോൾ ഒരു ക്രിസ്മസ് ട്രീ നട്ടുപിടിപ്പിച്ച് സാധാരണ പോലെ ആഘോഷിക്കുന്നതിനെ ന്യായീകരിക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന് അഫ്തീം റെസ്റ്റോറൻറ്റിൻ്റെ ഉടമകളിലൊരാളായ അൽ സലാമെ പറഞ്ഞു. സാധാരണ ക്രിസ്മസ് ദിനത്തിൻ്റെ തലേദിവസം വിപുലമായ രീതിയിലാണ് ബത്ലഹേമിൽ തിരുപ്പിറവി ആഘോഷങ്ങളും ചർച്ച് ഓഫ് നേറ്റിവിറ്റിയിൽ പ്രാർത്ഥനകളും നടക്കാറുള്ളത്. ആയിരങ്ങൾ എത്താറുള്ള ബത്ലഹേമിലെ ചർച്ച് ഓഫ് നേറ്റിവിറ്റിയും പരിസരവും ഇന്ന് വിജനമാണ്. അതേസമയം ഗാസയിലെ വംശഹത്യ ഉടൻ അവസാനിപ്പിക്കണമെന്ന് ബത്ലഹേം ഇവാഞ്ചലിക്കൽ ലൂഥറൻ ചർച്ച് പാസ്റ്റർ റവറൻ ഡോക്ടർ മുൻതർ ഐസക് ആവശ്യപ്പെട്ടു. യേശു ഇപ്പോഴാണ് പിറക്കുന്നതെങ്കിൽ ഗാസയിലെ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്ക് അടിയിലാകുമായിരുന്നു എന്ന് മുൻതർ ഐസക് അഭിപ്രായപ്പെട്ടു. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 20,258 ഉയർന്നു. ഇതിൽ 8,000-ഓളം പേർ കുട്ടികളാണ് എന്നും 53,688 പേർക്കാണ് ഇതുവരെ ആക്രമണത്തിൽ പരിക്കേറ്റതെന്നും ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു.